ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൻ മാജിക്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. 2 കറുവാപ്പട്ട, 5-6 ഏലക്ക, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഉണക്കമുളക് വേണം. 4 ഉണക്കമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് എടുക്കാം. അപ്പോൾ ഇത് പൊടിക്കണം. പൊടിക്കുന്നത് ഇതുപോലെ തരിയായിട്ടായിരിക്കണം, ഫൈനായിട്ട് പൊടിക്കരുത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മൾ ഈ ബീഫ് കറി വെക്കുന്നത്. അപ്പം ഇതിൽ മഞ്ഞൾപ്പൊടി അല്ലാതെ മറ്റൊരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. 4 പച്ചമുളക്, 20ഓളം വെളുത്തുള്ളി, ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 30ഓളം ചെറിയ ഉള്ളി ഇതിൽ മെയിൻ ഘടകമാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്, ചെറിയ ഉള്ളി ചേർത്തിരിക്കണം. ചെറിയ ഉള്ളിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഒത്തിരി അരിഞ്ഞു പോകരുത്. പിന്നെ ഞാനിവിടെ സവോളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവോളയാണ് എടുത്തിട്ടുള്ളത്, 1 തക്കാളിയും. ഒരുപാട് സവോളയുടെ ആവശ്യമില്ല. വലിയ സവോളയാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 കറുവാപ്പട്ടയും 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ തന്നെ ഇവിടെ യൂസ് ചെയ്യണം കേട്ടോ. സവാള ഇതുപോലെ വഴറ്റാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഒത്തിരി നേരം സാധാരണ ബീഫ് കറികൾ വെക്കുന്ന പോലെ ഒത്തിരി നേരം ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട. അതുപോലെ തന്നെ കുറേ സവാള അരിഞ്ഞ് ചേർക്കുകയും വേണ്ട. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ നമ്മൾ സവാള എല്ലാം വഴറ്റി നല്ല കളറാക്കി അതുപോലെ പൊടികളെല്ലാം ഇട്ടിട്ടൊക്കെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, പൊടികളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി ഇറച്ചി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ. മല്ലിയുടെ ഒരംശം പോലും ഇല്ല. നമ്മൾ നേരത്തെ പൊടിച്ചപ്പോഴും മല്ലി ചേർത്തിട്ടില്ല. ഇനി 1 തക്കാളിയും അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിങ് നന്നായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ അതിൻ്റെ ആ കറക്റ്റ് മസാലകളെല്ലാം എല്ലായിടത്തും എത്തുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ഇറച്ചി കഴുകി വാരാൻ വെച്ചതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ എൻ്റെ വെള്ളം ഒഴിക്കുന്നത് എന്തോ കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു 5 വിസിലോളം അല്ലെങ്കിൽ 4 വിസിലോളം, കുറഞ്ഞത് നിങ്ങളുടെ കുക്കറിൽ, ഓരോ കുക്കറിനും ഓരോ രീതിയാണ്, എന്നാലും ഒരു 4 വിസിലോളം ചെറിയ തീയിലും അടുപ്പിക്കണം. അപ്പോൾ ഇതേ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന ഉടനെ കുറച്ച് കറിവേപ്പില ആ ചൂടോടുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക്
സെർവ് ചെയ്യാം. കണ്ടല്ലോ, കുറേ സവോളയോ അങ്ങനെ ഒന്നുമില്ല, മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഒരു വെറൈറ്റി ടേസ്റ്റിൽ തന്നെയാണിത്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. നല്ല ചൂട് പലഹാരത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ റെസിപ്പീസ് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക കളറല്ലേ, ആ കളറിലാണ് നമുക്ക് ഈ ബീഫ് കറി കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂട് പുട്ടിൻ്റെ കൂടെയോ അതോ പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ്.